എല്ലാവർക്കും അമൃതവർഷിണി എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. ഞാനിന്ന് നമ്മുടെ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം എല്ലാവരും എന്ത് ചെയ്യേണ്ടത്, ഒന്ന് കേട്ടിട്ട് ഒരു ബുക്കിൽ ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് പഠിക്കണം. നമ്മുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്ന് വെച്ചാൽ അശ്രാന്ത പരിശ്രമം, രാപകലില്ലാതെ കഷ്ടപ്പെട്ടാലേ PSC എന്നൊരു കടമ നമുക്ക് കടക്കാനൊക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഇത് ആവർത്തിച്ച് വരുന്നത് നേരത്തെ ഉള്ള ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് ആവർത്തിച്ച് വരുന്ന PSCയുടെ ചോദ്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മളതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഈ എഴുതി വെച്ച് പഠിക്കുന്ന കൂട്ടത്തിലൊരു കാര്യം കൂടെ ഒന്ന് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പം നമുക്ക് തുടങ്ങാം, ശ്രദ്ധിക്കുക കേട്ടോ. ഏകദേശം ഒരു ക്രിസ്തുവിന് മുൻപ് BC 3300-നും 1300-നും ഇടയ്ക്ക് ഉള്ള കാലഘട്ടത്തിൽ നിലനിന്നൊരു സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം. ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പം ആ സമയത്ത് ആ സിന്ധു നദീതട സംസ്കാരം അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രമുഖ സ്ഥാനം കണ്ടെത്തിയത് എവിടെയായിരുന്നു? ഹാരപ്പയിലായിരുന്നു സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രഥമ സ്ഥാനം കണ്ടെത്തിയത്. അത് പിന്നെ മോഹൻജദാരോയും ഉണ്ടായിരുന്നു. ഇപ്പം മോഹൻജദാരോയും ഹാരപ്പയും ഒക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നതെന്നറിയോ? പാകിസ്ഥാനിലാണ് ഹാരപ്പയും മോഹൻജദാരോയും സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉറവിടമായ ഹാരപ്പ കണ്ടെത്തിയത് ആരായിരുന്നു? ദയാറാം സാഹ്നി. ആരായിരുന്നു? ദയാറാം സാഹ്നി ആയിരുന്നു ഹാരപ്പ കണ്ടുപിടിച്ചത്. ഇനി ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആയിരുന്നു ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. സംഘകാലഘട്ടത്തിലെ പ്രമുഖ കൃതിയായ ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോ അടികൾ ആയിരുന്നു. ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോ അടികൾ. തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറൽ രചിച്ചത്. എന്തായിരുന്നു തമിഴ് ബൈബിള്? തിരുക്കുറൽ. തിരുവള്ളുവരായിരുന്നു തിരുക്കുറൽ രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, മണിമേഖല എന്ന കൃതിയുടെ കർത്താവ്? സാത്തനാർ. മണിമേഖലയുടെ കർത്താവ് സാത്തനാർ ആയിരുന്നു. തമിഴ് വ്യാകരണ ഗ്രന്ഥമായ തൊൽക്കാപ്പിയം രചിച്ചത് ആയിരുന്നു? തൊൽക്കാപ്പിയർ. തൊൽക്കാപ്പിയർ ആയിരുന്നു തൊൽക്കാപ്പിയം രചിച്ചത്. തമിഴ് വ്യാകരണ ഗ്രന്ഥമായിരുന്നു തൊൽക്കാപ്പിയം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മാസിഡോണിയൻ രാജാവായ ഫിലിപ്പിന്റെ മകനായ അലക്സാണ്ടർ ആരെയായിരുന്നു പരാജയപ്പെടുത്തിയത്? പോറസ് ആയിരുന്നു. ആരായിരുന്നു? പോറസ്. ഏത് യുദ്ധത്തിലാണ് അലക്സാണ്ടർ പോറസിനെ പരാജയപ്പെടുത്തിയത്? ഹൈഡാസ്പസ് യുദ്ധത്തിൽ. എന്തായിരുന്നു? ഹൈഡാസ്പസ് യുദ്ധം എന്നായിരുന്നു? BC 327-ലായിരുന്നു ഹൈഡാസ്പസ് യുദ്ധം നടന്നത്. ഇനി വർദ്ധന രാജവംശത്തിലെ ഹർഷവർദ്ധനെ പരാജയപ്പെടുത്തിയ ചാലൂക്യ രാജാവ് ആരെയാ? വർദ്ധന രാജവംശത്തിലെ ഹർഷവർദ്ധനെ പരാജയപ്പെടുത്തിയ ചാലൂക്യ രാജാവ് പുലികേശി രണ്ടാമൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചാലൂക്യ ഭരണകാലത്ത് നിർമ്മിച്ച പ്രസിദ്ധമായ ഗുഹാക്ഷേത്രം ഏതായിരുന്നു? എലഫന്റയിലെ ഗുഹാക്ഷേത്രം. ഏതായിരുന്നു? എലഫന്റയിലെ ഗുഹാക്ഷേത്രം. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രകൂട രാജവംശത്തെ സ്ഥാപകൻ ദന്തിദുർഗൻ. രാഷ്ട്രകൂട രാജവംശത്തിലെ സ്ഥാപകൻ ദന്തിദുർഗൻ. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രകൂടന്മാരുടെ തലസ്ഥാനം ഏതായിരുന്നു? മാൻഘട്ട്. എന്തായിരുന്നു? മാൻഘട്ട്. ഇനിയും എല്ലോറയിലെ കൈലാസ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആരായിരുന്നു? കൃഷ്ണ ഒന്നാമൻ. കൃഷ്ണ ഒന്നാമൻ. നെക്സ്റ്റ്, പല്ലവ രാജവംശത്തിന്റെ തലസ്ഥാനം. പല്ലവ രാജവംശത്തിന്റെ തലസ്ഥാനം കാഞ്ചി ആയിരുന്നു. കാഞ്ചി. മാമല്ലപുരം ക്ഷേത്രം പണി കഴിപ്പിച്ചതും ഈ പല്ലവന്മാരുടെ കാലത്തായിരുന്നു. ഇനിയും ചോള രാജവംശത്തിലെ പ്രശസ്തി, അതിൻ്റെ ഉച്ചതയിൽ പരമോന്നതിയിലെത്തിച്ച ഏത് ഭരണാധികാരിയുടെ കാലത്തായിരുന്നു? രാജേന്ദ്ര ചോളൻ. അവരുടെ പ്രശസ്തി ഏറ്റവും കൂടുതൽ രാജേന്ദ്ര ചോളന്റെ കാലത്തായിരുന്നു. ഗംഗൈകൊണ്ട ചോളൻ എന്ന പേര് സ്വീകരിച്ച ചോള രാജാവ് ആരായിരുന്നു? അതായിരുന്നു ഗംഗൈകൊണ്ട ചോളൻ. ആര്? രാജേന്ദ്ര ചോളനായിരുന്നു ഗംഗൈകൊണ്ട ചോളൻ എന്ന പേര് സ്വീകരിച്ചത്. ഗംഗൈകൊണ്ട ചോളപുരം എന്ന അദ്ദേഹത്തിന്റെ തലസ്ഥാനത്തിനും പേര് നൽകിയായിരുന്നു.
പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലമായിരുന്നു. ഏത് ക്ഷേത്രമായിരുന്നു? ബൃഹദേശ്വര ക്ഷേത്രം. പാണ്ഡ്യ രാജവംശത്തിൻ്റെ തലസ്ഥാനം മധുര. ശിശുനാഗ രാജവംശത്തിലെ പ്രമുഖനായ ഭരണാധികാരി ആരായിരുന്നു? ബിംബിസാരൻ. ഏത് രാജവംശത്തിലെയാ? ശിശുനാഗ രാജവംശത്തിലെ ഭരണാധികാരി ബിംബിസാരനായിരുന്നു ശിശുനാഗ രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി. നെക്സ്റ്റ്, മൗര്യവംശ സ്ഥാപകൻ ആരായിരുന്നു? മൗര്യവംശ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യനായിരുന്നു മൗര്യവംശ സ്ഥാപകൻ. മൗര്യ രാജവംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു? അശോക ചക്രവർത്തി. ആരായിരുന്നു? മൗര്യ രാജവംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി അശോക ചക്രവർത്തി ആയിരുന്നു മൗര്യ രാജവംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി. അദ്ദേഹത്തിന് പറയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് പറയാം. ദേവനാം പ്രിയൻ. എന്തായിരുന്നു? ദേവനാം പ്രിയൻ. പിന്നെ ഒന്നുകൂടെ പ്രിയദർശിനി. പ്രിയദർശിനി ആരെ അറിയപ്പെടുന്നതാ? അശോക ചക്രവർത്തിയുടെ മറ്റുള്ള പേരുകളായിരുന്നു ദേവനാം പ്രിയൻ, പ്രിയദർശിനി. ഇത് രണ്ടും. ഇനി കലിംഗ യുദ്ധം നടന്ന വർഷം BC 261 കലിംഗ യുദ്ധം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മെഗസ്തനീസ് എഴുതിയ പുസ്തകം. മെഗസ്തനീസ് എഴുതിയ പുസ്തകം ഇൻഡിക്ക ആയിരുന്നു. എന്തായിരുന്നു? ഇൻഡിക്ക. ചന്ദ്രഗുപ്ത മൗര്യന്റെ രാജസസ്സിലെ ഗ്രീക്ക് അംബാസിഡർ ആയിരുന്നു ആര്? മെഗസ്തനീസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകമായിരുന്നു ഇൻഡിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മാക്വെല്ലി എന്നറിയപ്പെടുന്നത് ആരെയായിരുന്നു? ഇന്ത്യൻ മാക്വെല്ലി എന്നറിയപ്പെടുന്നത് ആരെയായിരുന്നു? ചാണക്യനെയായിരുന്നു അങ്ങനെ അറിയപ്പെടുന്നത്. ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? ചാണക്യൻ. അദ്ദേഹത്തിന്റെ വേറൊരു പേരായിരുന്നു കൗടില്യൻ. എന്തായിരുന്നു? കൗടില്യൻ. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേരായിരുന്നു വിഷ്ണുഗുപ്തൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. ചാണക്യൻ, കൗടില്യൻ എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേരായിരുന്നു വിഷ്ണുഗുപ്തൻ. അർത്ഥശാസ്ത്രം എഴുതിയത് ആരായിരുന്നു? കൗടില്യൻ. മൗര്യ രാജവംശത്തിന്റെ തലസ്ഥാനം പാടലിപുത്രം. ശകവർഷം ആരംഭിച്ചത് എന്നായിരുന്നു? AD 78 ശകവർഷം ആരംഭിച്ചത്. കുശാന രാജവംശത്തിലെ പ്രധാന രാജാവായിരുന്ന കനിഷ്കനായിരുന്നു ശകവർഷം ആരംഭിച്ചത്. എന്നായിരുന്നു? AD 78 ശകവർഷം ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ചരകൻ. ആരായിരുന്നു? ചരകൻ. വൈദ്യശാസ്ത്രത്തെ പറ്റി പ്രതിപാദിക്കുന്ന ചരകന്റെ ഗ്രന്ഥമായിരുന്നു ചരക സംഹിത. എന്തിനെ കുറിച്ചായിരുന്നു? വൈദ്യശാസ്ത്രത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതായിരുന്നു ചരകന്റെ ചരക സംഹിതയായിരുന്നു അത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ശസ്ത്രക്രിയയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശുശ്രുത സംഹിത. എന്താ? ശുശ്രുത സംഹിത. ശുശ്രുത സംഹിത എഴുതിയതാരായിരുന്നു? സുശ്രുതൻ ആയിരുന്നു ശുശ്രുത സംഹിത എഴുതിയത്. എന്തിനെ കുറിച്ചായിരുന്നു അത്? ശസ്ത്രക്രിയയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായിരുന്നു കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന രാജാവ് സമുദ്രഗുപ്തനായിരുന്നു ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, വേദങ്ങൾ ആരുടെ സംഭാവനയായിരുന്നു? വേദങ്ങൾ എത്ര വിധമൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ. എത്രയൊക്കെ ഉണ്ടായിരുന്നു? 4 ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഏറ്റവും പഴക്കം ചെന്ന വേദം ഋഗ്വേദമായിരുന്നു. ആരുടെ സംഭാവനയായിരുന്നു? ആര്യന്മാരുടെ സംഭാവനയായിരുന്നു വേദങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, സംഗീത രത്നാകാരം രചിച്ചതാരായിരുന്നു? ശാർങ്ങദേവനായിരുന്നു അത് രചിച്ചത്. ഇനി മഹാബലിപുരത്തെ ശില്പങ്ങൾ നിർമ്മിച്ച രാജാക്കന്മാർ ആരായിരുന്നു? മഹാബലിപുരത്തെ ശില്പങ്ങൾ പല്ലവന്മാരായിരുന്നു നിർമ്മിച്ചത്. ഇനി താൻസൻ ജീവിച്ചിരുന്നത് ആരുടെ കാലഘട്ടത്തിലായിരുന്നു? അക്ബറിന്റെ കാലത്തായിരുന്നു താൻസൻ ജീവിച്ചിരുന്നത്. ഹർഷചരിതം എഴുതിയതാരായിരുന്നു? ബാണഭട്ടൻ. ആഗ്ര നഗരം സ്ഥാപിച്ചത് ആരെ? സിക്കന്ദർ ലോധിയായിരുന്നു ആഗ്ര നഗരം സ്ഥാപിച്ചത്. ഇനി അജന്ത ഗുഹകൾ ആരുടെ കാലത്തെ ശില്പവിദ്യയായിരുന്നു? എന്ന് അജന്ത ഗുഹകൾ ആരുടെയായിരുന്നു? ഗുപ്തന്മാരുടെ ആയിരുന്നു അജന്ത ഗുഹകൾ. അടുത്തത് തുസൂക്കി ബാബറി. ആരുടെ
ഓർമ്മക്കുറിപ്പുകളാണ്. ബാബർ ആരുടെയായിരുന്നു? ബാബറിൻ്റെ. ഇനിയും നെക്സ്റ്റ്, ജീവിക്കുന്ന സന്യാസി എന്നറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തി ആരായിരുന്നു? എങ്ങനെയായിരുന്നു? ജീവിക്കുന്ന സന്യാസി എന്നറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ഔറംഗസീബ് ആയിരുന്നു ആ പേരിൽ അറിയപ്പെട്ടിരുന്നത്. ആരാ? ഔറംഗസീബ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട ഭരണാധികാരി ആരായിരുന്നു? റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടത് ആരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആയിരുന്നു. നെക്സ്റ്റ്, ഇന്ത്യയിൽ റെയിൽവേയും കമ്പിത്തപാലും ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരായിരുന്നു? റെയിൽവേയും കമ്പിത്തപാലും ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരായിരുന്നു? ഡൽഹൌസി പ്രഭു. ആര്? ഡൽഹൌസി പ്രഭു ആയിരുന്നു. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു ആദ്യത്തെ വൈസ്രോയി. ഇനി ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1930 ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത്. നെക്സ്റ്റ്, ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു വിനോബ ഭാവെ. ആരായിരുന്നു? വിനോബ ഭാവെ. ഇനി ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചതാരായിരുന്നു? ഭാരതീയ വിദ്യാഭവൻ KM മുൻഷി. ആരായിരുന്നു? KM മുൻഷി. നെക്സ്റ്റ്, വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകൻ ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ. വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകൻ രവീന്ദ്രനാഥ ടാഗോർ. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരായിരുന്നു? ആനി ബെസന്റ്. ബംഗാൾ വിഭജിച്ച ഭരണാധികാരി കഴ്സൺ പ്രഭു. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുഴക്കിയതാരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം? ജയ് ജവാൻ ജയ് കിസാൻ. നെക്സ്റ്റ്, ഫ്രോണ്ടിയർ ഗാന്ധി അല്ലെങ്കിൽ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ആരായിരുന്നു? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയുന്നത് ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്നതായിരുന്നു അദ്ദേഹം. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭു. അപ്പം ഇത്രയും ആണ് ഇന്ന് പറയുന്നത്. ഇനി അടുത്ത ദിവസം വേറെ കാര്യങ്ങളുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഇത് കേട്ടിട്ട് ഒന്ന് എഴുതി വെച്ചിട്ട് പഠിക്കാൻ നോക്കുക. അപ്പോൾ എഴുതി വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കുകയും കൂടെ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറക്കരുത്. അപ്പോൾ ശരി.